ഇഷ്ടോ അവിശിഷ്ടശിഷ്ടേഷ്ട ശിഖണ്ഡീ നൗഷോ വൃഷഃ ക്രോധഃ ക്രോധകർക്കർത്ത വിശ്വബാഹുർമഹീധരഃ. 308ാമത്തെ നാമം ഇഷ്ടഃ. ഇഷ്ടൻ എന്ന് പറഞ്ഞാലോ പരമാനന്ദാത്മകത്വേന പ്രിയഃ, നമുക്ക് പ്രിയപ്പെട്ടവൻ. എല്ലാവർക്കും പ്രിയം ആരെയാച്ചാൽ അവനവനെ തന്നെയാണ്. നിനക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞ ഒരു ചോക്ലേറ്റ് അല്ലെങ്കിൽ ഒരു പഴം കൊടുത്താൽ അവൻ ആർക്കാ കൊടുക്കുക? ഗ്ലും. ഇതിലും ഇഷ്ടപ്പെടുന്ന ഒരാളെ ലോകത്തിൽ കാണാൻ അവനവനെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആളുകൾക്ക് മറ്റുള്ളവരോട്. അതുകൊണ്ടാണ് ഇഷ്ടൻ പ്രിയൻ എന്ന് ഭഗവാനെ പറയുന്നത്. നമ്മൾ നമ്മെ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാച്ചാൽ നമ്മുടെ അകത്ത് ഭഗവാൻ ജീവസ്വരൂപനായിട്ടിരിക്കണം. നമ്മുടെ ജീവനെയാണ് നമുക്കിഷ്ടം. അതാണ് പലപ്പോഴും നമുക്ക് വല്ല ആക്സിഡൻ്റ് ഉണ്ടായി ആശുപത്രി കിടക്കുക, 24 മണിക്കൂർ കഴിയാണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞ്. രക്തമൊക്കെ ഇങ്ങനെ കയറ്റുന്നുണ്ട്, ഇഞ്ചക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. ഈശ്വര എല്ലാവരും പ്രാർത്ഥിച്ചോളിയും കേട്ടോ, എല്ലാ ദിക്കിലും ചെന്ന് പ്രാർത്ഥിച്ചോളിയും, നേർച്ചകളൊക്കെ നടന്നോളിയെന്നു. ഇപ്പോൾ ജീവഭയം ഇല്ല കേട്ടോ. ചികിത്സ ഒരു 5-6 മാസത്തേക്ക് വേണ്ടി. പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ലോ ഡോക്ടർ. ഇല്ല, വേറെ കുഴപ്പം മരിക്കില്ല എന്നർത്ഥം. ഓ, കയ്യും കാലൊക്കെ ഒടിഞ്ഞിരിക്കണം എങ്കിലും അവന് സമാധാനമാണ്, എന്താ മരിക്കില്ല എന്ന്. അപ്പൊ പ്രാണൻ പോവില്ല, ജീവൻ പോവില്ല എന്നൊരു ഗ്യാരണ്ടി കിട്ടിയപ്പോൾ ഒന്നും നഷ്ടപ്പെട്ടു. കൈയൊക്കെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്നാൽ വർത്താനം പറയാൻ പറ്റും, എന്നാലും മരിക്കില്ല. എന്തെല്ലാം കുഴപ്പം വന്നാലും നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നത് ജീവാപായമൊന്നുമില്ല, ഭഗവാൻ കാത്തു കേട്ടോ. എന്ത് കാക്കല് കിടന്ന കിടപ്പില കിടക്കുക. എന്നാലും നമുക്കെന്താ, ജീവൻ പോയില്ല. അപ്പൊ ജീവനാണ് എല്ലാറ്റിലും പ്രധാനം. അതുകൊണ്ട് ഭഗവാൻ ജീവസ്വരൂപനായി അകത്തിരിക്കുന്നത് കൊണ്ട് ഭഗവാനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇഷ്ടൻ എന്ന് ഭഗവാന് ഒരു നാമം. ഇഷ്ട അവിശിഷ്ട. അവിശിഷ്ടൻ ഈജ എന്ന് അങ്ങനെയും ഒരർത്ഥമുണ്ട്. യജ്ഞം മൂലം സന്തോഷിപ്പിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലും ഇഷ്ടൻ എന്നുള്ള വാക്കുണ്ട്. യജ്ഞേന പൂജിത ഇതി. യജ്ഞങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെടുന്നതാരോ ആ ആളെയും ഇഷ്ടൻ എന്ന് പറയാം. അപ്പൊ ഭഗവാനെ ഇഷ്ടൻ എന്ന് വിളിക്കാൻ 2 അർത്ഥം അവിടെ പറയാം. എത്രയോ വ്യാഖ്യാതാക്കൾ ഇതിന് പിമ്പുമുണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഇത് വിട്ടിട്ട് പിന്നെയും അർത്ഥങ്ങൾ പറഞ്ഞു. വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥം പറയാൻ പുറപ്പെട്ടാൽ അനവധി ഓരോ നാമത്തിനും പറയാം. പക്ഷെ എത്ര അർത്ഥമുണ്ട് എന്നുള്ളത് മുഴുവനും അറിയാൻ അല്ല, എന്തെങ്കിലും ഒരു സാമാന്യേന ഒരു അറിവ് കിട്ടിയാൽ തന്നെ നമുക്ക് വലിയൊരു സുഖമാണ്. അവിശിഷ്ടൻ സർവേഷാം അന്തര്യാമിത്വേന അവിശിഷ്ട. എല്ലാവരുടെയും അന്തര്യാമിയായിട്ട് ഇരിക്കുന്നു എന്ന അർത്ഥത്തിൽ അവിശിഷ്ടൻ. അതേപോലെ ശിഷ്ടേഷ്ട. ശിഷ്ടാനാം വിദുഷാം ഇഷ്ട. ആർക്കാണ് ഭഗവാനെ ഇഷ്ടം? പടുമട്ടിൽ നമ്മളൊക്കെ എനിക്കിഷ്ടം എന്ന് പറയണം. അറിഞ്ഞുകൊണ്ട് എന്നെ ഇഷ്ടം എന്ന് പറയുന്ന ആളുകൾ ആരാ? വിദ്വാൻമാർ, ജ്ഞാനികൾ. എനിക്ക് ജീവൻ പോയാലും വേണ്ടില്ല, എൻ്റെ നഖം പോവരുത്. അങ്ങനെ ഒരാൾ പറയണ വെച്ചാൽ അമേരിക്കയിലൊക്കെ നഖം ഇൻഷൂർ ചെയ്യണ ഏർപ്പാടുണ്ടത്ര. അതൊക്കെ ചെത്തിക്കുറിപ്പിച്ച് ഒക്കെ ചായയൊക്കെ തേച്ച് അങ്ങനെ ഇരിക്കും. അതെങ്ങാനും വല്ലയിടത്തും വല്ലതും പിടിക്കുമ്പോൾ എങ്ങാനും പൊട്ടിപ്പോയാൽ ഉടനെ ക്ലെയിം $1000. പിന്നെ ഇത് തെളിഞ്ഞു വരുന്നത് വരെ ഇവർക്ക് പുറത്തു പോകാൻ പറ്റില്ല അത്ര. ഷെയ്മല്ലേ എന്നാണ്. അയ്യേ നഖം പോയോ എന്നൊക്കെ ആളുകൾ കളിയാക്കുന്ന. ജീവിതത്തിൽ നമ്മൾ ധരിച്ചു വെച്ച പോലെയൊന്നുമല്ല ഓരോ രാജ്യത്തിലെ ആളുകളുടെ കൺസെപ്റ്റ്. നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ തമാശയാ തോന്നണം. നമ്മൾ അപരിഷ്കൃതരെന്നൊക്കെ ആളുകൾ പറയണം. പക്ഷേ നഖം ഇൻഷ്യൂർ ചെയ്യുക. എന്താ ചിലർ ഇന്ത്യയിൽ തന്നെയുണ്ട്, മൂക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കൂർപ്പിച്ചു വയ്ക്കുക. അങ്ങനെ ഉണ്ടാക്കുന്നത്. ശ്രീദേവി എന്നൊരു നടിയുണ്ട്, അവര് ഇങ്ങനെ കൂർപ്പിച്ചു വയ്ക്കുക. അതാണ് അവരുടെ സൗന്ദര്യത്തിൻ്റെ രക്ഷണം എന്ന് ആരോ പറഞ്ഞു. അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് സർജറി ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്ക് ഈ മൂക്കിൽ ഇങ്ങനെ വെക്കാനായിട്ടൊരു സാധനം, അത് എവിടുന്നോ വരികയാണ് സാധനം. അതൊരു ചെറിയ പീസ് ആവശ്യമായിരുന്നു. എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഓപ്പറേഷന് ഈ പീസ് എവിടെയാണ് കിട്ടുക നോക്കി വന്നപ്പോൾ മദ്രാസിലൊരു ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു
ഒരു പീസുണ്ട്, ഞാൻ സംഘടിപ്പിച്ചു തരാം, അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വരേണ്ടി വന്നേനെ. അപ്പോൾ ശ്രീദേവി വാഴുക അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ മൂക്ക് ഇങ്ങനെ ശരിയാക്കുന്നത്. സാധാരണ ഒരു പ്രായമൊക്കെ ആകുമ്പോൾ മൂക്ക് കൂർത്തതൊക്കെ പരക്കുമ്പോൾ കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെയൊക്കെ വല്ല കമ്പം തോന്നുന്നുണ്ടോ? അവരെന്താ പറഞ്ഞാൽ ഞാൻ ഈ രംഗത്ത് നിലച്ച് നിൽക്കണമെങ്കിൽ മൂക്ക് വേണമെന്നാണ്. അതുപോലെ ചിലർ പറയണം നഖം വേണം. മൂക്ക് കൂർപ്പിക്കണം. 25,000 ഉറുപ്പ്യേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 25,000 ഉറുപ്പ്യ ബാങ്കിലിട്ട് പലിശ എണ്ണി സുഖമായിട്ട് 2 നേരം തക്കാളി മാത്രം തിന്നുകൊണ്ടിരിക്കാം. ആരെങ്കിലും ഈ മൂക്കത്തിരി പരന്നോട്ടെ സാധില്ല എന്നല്ലേ നമ്മൾ വയ്ക്കുള്ളൂ. അപ്പം ജീവിതത്തിൽ എന്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന കാര്യത്തിൽ നമ്മുടെ പൂർവികന്മാർ വലിയ ഒരു സഹായം ചെയ്തിട്ടുണ്ട്. ഈ നശ്വരമായ ശരീരം അതിൻ്റെ ഘടകങ്ങൾക്ക് ഇത്രയൊന്നും പ്രാധാന്യം കൊടുക്കണ്ട. ശിഷ്ടേഷ്ട, ശിഷ്ടന്മാർക്ക് ഇഷ്ടം. അറിവുള്ളവർ അറിഞ്ഞ് ഭഗവാനെ ഇഷ്ടപ്പെടുന്നു, അറിയാത്തവർ പടുമട്ടിൽ ഇഷ്ടപ്പെടുന്നു. നിനക്ക് ആരെയാ ഗോയിന്ന് അധികം ഇഷ്ടം ചോദിച്ചാൽ പിന്നെ അങ്ങനെയാണല്ലോ പറയണം. അവനെ അറിഞ്ഞിട്ടല്ല, പക്ഷെ അറിയുന്ന ശിഷ്ടന്മാർ അറിഞ്ഞുകൊണ്ട് തന്നെ പറയണു ഏറ്റവും ശ്രേഷ്ഠം ഭഗവാൻ. ആ ഭഗവാൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കണോ? ശിഷ്ടേഷ്ട ശിഖണ്ഡി, ശിഖണ്ഡ കലാപ അലങ്കാര അസ്യ. മയിലിനെ ശിഖണ്ഡി എന്ന് പറയും. മയിലിൻ്റെ മണ്ടയിൽ ഒരു 2-3 പീലിയുണ്ട്, അത് അതിനൊരഴകാണ്. പൂവൻകോഴിക്ക് തലയിൽ പൂവുള്ളത് പോലെ മയിലിൻ്റെ നെറുകയിൽ ഈ മണ്ടയിൽ 3-4 ചെറിയ മിനി മയിൽ പീലികളുണ്ട്. പുറത്ത് ധാരാളമുണ്ട് നീണ്ടത്, ഇത് മിനി മയിൽ പീലികൾ. ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലൊക്കെ മയിലുകൾ കാണും. സൂവിലൊക്കെ ഉണ്ട്, ഹരിപ്പാട് അമ്പലം, അതുമാതിരി സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലൊക്കെ മയിലിനെ വളർത്തും. മയിൽ വാഹനനാണല്ലോ സുബ്രഹ്മണ്യൻ. അപ്പം ആ പൊന്തി നിൽക്കുന്ന ഉച്ചിക്കുടുമ പോലെ നിൽക്കുന്ന ആ ഇതിന് ശിഖണ്ഡം എന്ന് പറയും. പീലി ശിഖണ്ഡി, ഭഗവാൻ അലങ്കാരങ്ങൾ ഉള്ളവൻ എന്നതിനാൽ ഭഗവാൻ അങ്ങനെയാണല്ലോ. പിഞ്ചം മയിൽപീലി തലയിൽ തിരികി വിലോല പിഞ്ചം ജഗുരേ. വിപ്രപത്നി അനുഗ്രഹത്തിൽ നാരായണീയത്തിൽ പറയണു വിലോല പിഞ്ചം ജഗുരേ. ഭഗവാനെ വിപ്രപത്നികൾ വന്ന് നോക്കുമ്പോൾ സിമ്പിളായിട്ട് നിൽക്കണു. മയിൽപീലി തലയിൽ തിരികി, കാതിലണിഞ്ഞിട്ടുള്ള കുണ്ടലത്തിൻ്റെ റിഫ്ലക്ഷൻ കവളത്ത് തട്ടി, കയ്യിൽ സുഹൃത്തിൻ്റെ തോളത്ത് കൈവച്ചുകൊണ്ട് നിൽക്കുന്ന മനോഹരമായി മന്ദഹസിക്കുന്ന കൃഷ്ണനെ ഈ വിപ്രപത്നികൾ കണ്ടു. ശിഖണ്ഡി, ഗോപവേഷം ധരിച്ചവൻ. ഗോപവേഷം ധരിക്കുമ്പോഴും ഭഗവാൻ തലയിൽ ഒരു തോർത്തുമുണ്ടൊക്കെ കെട്ടിയിട്ട് അവിടെ സുലഭമായിട്ടുള്ള മയിൽപ്പീലി എടുത്ത്, എന്താ അലങ്കാരമാകാത്തത് എന്നാണ്. വല്ലഭന് പുല്ലും ആയുധം എന്ന പോലെ എന്തും അലങ്കാരമാണ്. വൃത്തിയായിട്ട് കുളിച്ച് ഒരു ഭസ്മക്കുറിയോ എന്താ വെച്ചാൽ ഒരു കുറി തൊട്ടാൽ പോരെ ഭംഗിയാവാൻ. ഒരു സ്വർണം കിട്ടിയാൽ നെറ്റിയിലൊട്ടിക്കാറുന്നു. അങ്ങനെയൊന്നും എല്ലാവരും മോഹിക്കാറില്ലല്ലോ. ചന്ദനപ്പൊട്ടോ കുങ്കുമപ്പൊട്ടോ ഭസ്മമോ ആയാലും അഴകന്നെയാണ്. കാരണം എന്താണ് എന്നുള്ളതല്ല, അത് ലലാടം ശൂന്യമായിരിക്കരുത്. ഗോപവേഷധര